വ്യാഴാഴ്ച പുലർച്ചെ വീശിയടിച്ച ചുഴലിക്കാറ്റിലാണ് മോനിപ്പള്ളി മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം നേരിട്ടത്. നിമിഷങ്ങൾ മാത്രമാണ് ചുഴലിക്കാറ്റ് നിന്നിരുന്നത് എങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത് എന്ന് തദ്ദേശവാസികൾ പറയുന്നു. മോനിപ്പള്ളി തടത്തിൽ മുരളി, പുതുശ്ശേരിൽ ജെയ്സൺ, മടത്തിപ്പറമ്പിൽ ചന്ദ്രൻ എന്നിവരുടെ വീടുകൾക്കാണ് മരം വീണ് കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. തോട്ടപ്ലാക്കിൽ TC ജോർജ്, കീപ്പാറയിൽ ജോണി, മോനിപ്പള്ളി സെന്റ് ജോസഫ് മടമക സ്ഥലം ഊരാളിൽ ഫിലിപ്പ്, മാനാട്ടുപാറയിൽ പ്രഭാകരൻ നായർ, ഇലവുംകുഴുപ്പിൽ ജോണി, തടത്തിൽ സനൽ, മടത്തിപ്പറമ്പിൽ ചന്ദ്രൻ, കീപ്പാറയിൽ എബ്രഹാം, പടിഞ്ഞാറേക്കുന്നൽ സിബി എന്നിവർക്കാണ് കാർഷിക മേഖലയിൽ കനത്ത നാശം നേരിട്ടിരിക്കുന്നത്. 20-ലേറെ പേർക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മരം വീണ് MC റോഡിലടക്കം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പുലർച്ചെ തന്നെ അഗ്നിശമന സേന എത്തിയാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കനത്ത മഴയ്ക്കൊപ്പമാണ് ചുഴലിക്കാറ്റ് എത്തിയത് എന്നതിനാൽ നാശനഷ്ടത്തിന്റെ തോത് വളരെ ഉയർന്ന സാഹചര്യമാണ് കാണുവാൻ കഴിഞ്ഞത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വൻമരങ്ങൾ കടപുഴകി വീണ കാഴ്ചകളാണ് നാശനഷ്ടം നേരിട്ട പ്രദേശങ്ങളിൽ കണ്ടത്. സിറ്റി ന്യൂസിനു വേണ്ടി CK സന്തോഷ്. വെളുപ്പിന് 4 മണിയായപ്പോഴാണ് ഭയങ്കര ഇറപ്പ് കേട്ടിട്ടുണ്ട്. നല്ല ശക്തമായ കാറ്റാണ്. കാറ്റ് പെട്ടെന്ന് നിന്നു. അത് കഴിഞ്ഞ് വഴിയെല്ലാം പോസ്റ്റ് കയറുന്ന വഴിയെല്ലാം ബ്ലോക്കായിരുന്നു. വണ്ടികളൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരുപാട് കയറും. പിന്നെ ഫയർഫോഴ്സിനെ പോലീസിനെ വിളിച്ചിട്ട് വന്ന് ലൈൻ റൂട്ടൊക്കെ ശരിയാക്കി. നാശനഷ്ടം വന്നു. എനിക്ക് കുറേ തേക്കുകൾ, ആഞ്ഞിലി, പ്ലാവ്, റബ്ബറ് എല്ലാം വൻമരങ്ങളെല്ലാം പോയി. വെളുപ്പിനെ രാവിലെ ഒരു 3:30 ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കാറ്റ് വീശി കഴിഞ്ഞ് ഞങ്ങളിവിടെ കിടക്കുമായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ പുറവശത്ത് ചെല്ലുമ്പോഴത്തേനും ചിമ്മിനിയുടെ പൊക്കത്തോട്ട് നമ്മുടെ ഈ മരം എല്ലാം കൂടെ വീണ് കിടക്കുന്നു. അവിടെ ആ വശത്ത് ഒരു പുളി ഉണ്ടായിരുന്നു, അത് വീണിറങ്ങി. പിന്നെ അപ്പോഴത്തേനും ചുറ്റോടിയിട്ട് എല്ലാവരും ഫോൺ വിളിച്ചു. അപ്പോൾ അന്നേരമാണ് അറിയുന്നത് എല്ലായിടത്തും ഇതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുള്ളതും എല്ലാം അറിയുന്നത്. അപ്പോൾ അത് കാരണം അതിനുശേഷം പിന്നെ നമ്മൾ പിന്നെ ഉറങ്ങിയിട്ടില്ല, ഏറ്റിരുന്നു, എല്ലാവരും ഇരുന്ന് നേരം വെളുപ്പിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തു. ഇത്രയൊക്കെ നമുക്കിപ്പോൾ പറയാനുള്ളൂ. ഇപ്പം അതിൻ്റെ തന്നെ നോക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാറ്റ് എത്ര നേരം ഉണ്ടായിരുന്നു? കാറ്റൊരു 3-4 മിനിറ്റ് അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. മഴയുണ്ടായിരുന്നു? മഴയുണ്ടായിരുന്നു. മഴയോട് കൂടിയാണ് കാറ്റ് വന്നത്. അതിനുശേഷം പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുപോലെ എല്ലാം പെടന്നടിച്ച് വീണു, ഒച്ചകൾ കേട്ടു. കാറ്റ് പോയി അങ്ങനെ വന്ന് അതേ കാറ്റ് തന്നെ തിരിച്ചു വന്നെന്ന് പറഞ്ഞ രീതിയിൽ കാറ്റ് വീശി അങ്ങനെ അങ്ങ് പോവുക ചെയ്തത്.